ഹലോ ഹായ്, ഏവർക്കും ന്യൂസ് ഫോർ റിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അതായത് പ്രാവുകൾക്ക്, പക്ഷിമൃഗാദികൾക്ക്, അതായത് അന്നദാനം നൽകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് വേറെ എവിടെയും ആണോ എവിടെയാണോ എന്നൊക്കെ ആരും കരുതേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് തന്നെയാണുള്ളത്. അതായത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അവരുടെ പാട്ട് ശ്രീകണ്ഠേശ്വര ശശിധര അല്ലേ. ആ പാട്ടുകളെല്ലാം വാമ്പൻ ഹിറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനങ്ങളുടെ മനസ്സിൽ. അവിടെ നിന്നുള്ള വീഡിയോ ആണ്. അന്നദാനം കഴിക്കുന്ന പ്രാവുകൾ, ഇതെല്ലാം പ്രാവുകളാണ് കേട്ടോ. ഇത് നമ്മുടെ ന്യൂസ് ഫോർ റിയൽ ഡയറക്റ്റ് എടുത്ത വീഡിയോ ആണ്. നോക്കൂ, ഇത്രയധികം വന്നിട്ട് കഴിച്ചിട്ട് അവർ വിശപ്പ് അവരുടെ കഴിയുന്നതിനനുസരിച്ച് അവരെല്ലാം പറന്നു പോവുകയാണ്. തൊട്ടടുത്ത കൊമ്പുകളിലേക്ക് പറന്നു പോകുന്നു. അപ്പോൾ ഈ ക്ഷേത്രം ഒത്തിരി പഴമകളും ഒത്തിരി അറിവുകളും ഉള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഏരിയകൾ അറിയാവുന്ന ട്രിവാൻഡ്രംകാർക്ക് സുപരിചിതമാണ്. പിന്നെ ശ്രീകണ്ഠ ക്ഷേത്രം എന്നുള്ളത് ഏകദേശം കേരളത്തിലെ മൊത്തവും ഒരുവിധപ്പെട്ട ഭക്തർക്കൊക്കെ അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ വലത് സൈഡായിട്ടാണ്, തൊട്ടടുത്തായിട്ടാണ് നന്ദിയുടെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വളരെ അടുത്താണ് കേട്ടോ. വീഡിയോയിൽ മാത്രമാണ് ഇത്ര ദൂരമായിട്ട് തോന്നുന്നത്. പക്ഷെ ഞാൻ വളരെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. പ്രാവുകളൊക്കെ ഭയങ്കര ഇണക്കമാണ്. ഞാനപ്പോൾ ശ്രദ്ധിച്ചെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ വളർത്തുന്നതായിരിക്കും വിചാരിച്ചു. ഒരിക്കലുമല്ല. ഇതെല്ലാം മരങ്ങളിൽ വിശ്രമിക്കുന്ന അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള പ്രാവുകൾ തന്നെയാണ്. ഈ കാണുന്ന കൂട്ടത്തിൽ എല്ലാം പ്രാവുകളാണ്. വേറെ ഒരു പക്ഷിമൃഗാദികളും ഇല്ല. അപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ മുന്നേ ഒരു 6 വർഷം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നാണ് ഈ അഭൂതപൂർവമായുള്ള കാഴ്ച കാണാൻ സമയം കിട്ടിയത്. തീർച്ചയായിട്ടും ഞാനത് വീഡിയോയിൽ പകർത്തി. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ആളുകളൊക്കെ കുറച്ച് പറന്നു പോയി. നോക്കൂ, എൻ്റെ കാലിൻ്റെ തൊട്ടടുത്ത് വരികയാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ, പ്രാവുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. അതിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് ശ്രീകണ്ഠ ക്ഷേത്രം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ബർത്ത്ഡേക്കൊക്കെ ആയിട്ട് ഞാൻ ബർത്ത്ഡേ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പോകുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ മാനസികമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതെല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നോക്കൂ, പറവകൾ നാളത്തേക്ക് അവരുടെ കൊക്കിലൊതുക്കി കൊണ്ടുപോകുന്നില്ല. അവർ ഫുഡ് കഴിച്ചു, ഇല്ലെങ്കിൽ ഫുഡ് കഴിച്ച് അവിടെ തീർന്നു. ഇനി ഫുഡ് ഇല്ലെങ്കിൽ അവരെപ്പോഴും പറന്നു പോവുകയാണ്. മറ്റുള്ളവരായിട്ടൊന്നും ഒരു ബഹളമോ വഴക്കോ ഉണ്ടാക്കിയിട്ട് അടിച്ചു പിടിച്ച് മേടിക്കുന്ന നമ്മുടെ മനുഷ്യരെ നോക്കൂ, അതിമനോഹരം. പെട്ടെന്ന് പറന്ന് കണ്ടില്ലേ, കഴിച്ച് കഴിഞ്ഞതെല്ലാം പറന്നു പോവുകയാണ് പോയി വിശ്രമിക്കാനായിട്ട്. അവർക്ക് ടൈമില്ല. അപ്പോൾ എത്ര നല്ല മനോഹരമായിട്ടുള്ള അവരുടെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇന്നെനിക്കത് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണ് ഇത് സംഭവിച്ചത്. ഇവിടെ അന്നദാനം അവർ കൊടുത്തത്. ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ അവർ ധാന്യമൊക്കെ വിതറിയിരുന്നു. നമ്മുടെ ക്യാമറയിൽ ധാന്യമൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അന്നദാനവും പ്രാവുകളുടെ ജീവിതവും എല്ലാം നമ്മൾ സംസാരിച്ച ഒരു വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.